ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ മൃതദേഹവുമായി പ്രതിഷേധം. നോക്കാം വിശദമായി. വണ്ടാനം മെഡിക്കൽ കോളേജിൽ അർദ്ധരാത്രി മൃതദേഹവുമായി ബന്ധുക്കളുടെ പ്രതിഷേധം. 70-കാരി ഉമൈബ മരിച്ചത് ആശുപത്രിയുടെ അനാസ്ഥ മൂലമെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പനി ബാധിച്ച് വണ്ടാനത്ത് ചികിത്സ തേടിയ ഉമൈബയ്ക്ക് ന്യൂമോണിയ ബാധിച്ചു. അടിയന്തരമായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതേ തുടർന്നാണ് മൃതദേഹവുമായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തിരിച്ചെത്തി പ്രതിഷേധിച്ചത്. പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചതോടെ രാത്രി 1 മണിക്ക് പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. രാത്രി 11:30യോടെയായിരുന്നു ഉമൈബയുടെ മൃതദേഹവുമായി മകനും ബന്ധുക്കളും 100-ലധികം നാട്ടുകാരും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലെത്തിയത്. ചികിത്സാ പിഴവാണ് മരണത്തിന് കാരണമെന്നും ഉത്തരവാദികൾക്കെതിരെ നടപടിയല്ലാതെ പ്രതിഷേധം അവസാനിപ്പിക്കുകയില്ല എന്നും പ്രതിഷേധക്കാർ ശഠിച്ചു. പുന്നപ്ര സ്വദേശിയായ 70 വയസ്സുകാരി 25 ദിവസം മുൻപാണ് മെഡിക്കൽ കോളേജിൽ പനി ബാധിച്ച് ചികിത്സയ്ക്ക് എത്തുന്നത്. നടന്നാണ് ഉമൈബ ആശുപത്രിയിൽ എത്തിയതെന്ന് ബന്ധുക്കൾ പറയുന്നു. വാർഡിൽ പ്രവേശിപ്പിച്ച വൃദ്ധയുടെ അസുഖം പിന്നീട് മൂർച്ഛിച്ചു. ഡോക്ടർ അമ്പിളി എന്നാണ് മെഡിക്കൽ ഷീറ്റിൽ രേഖപ്പെടുത്തിയതെങ്കിലും ഒരിക്കൽ പോലും ഇവർ പരിശോധനയ്ക്കെത്തിയില്ല. പകരം ജൂനിയർ ഡോക്ടർമാരാണ് കണ്ടതെന്ന് ബന്ധുക്കൾ പറയുന്നു. പിന്നീട് തലച്ചോറിൽ അണുബാധയടക്കമുണ്ടായി. പരാതിപ്പെട്ടതിനെ തുടർന്ന് സൂപ്രണ്ട് തന്നെ ICUവിലേക്ക് മാറ്റുവാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ആദ്യം ജീവനക്കാർ ഇതിന് തയ്യാറായില്ല. ചൊവ്വാഴ്ച രോഗം മൂർച്ഛിച്ച് ബോധം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇന്നലെ വൈകിട്ടോടെ ന്യൂമോണിയ മൂർച്ഛിച്ച് മരിക്കുകയായിരുന്നു. തുടർന്നാണ് മൃതദേഹവുമായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധിക്കാനെത്തിയത്. പ്രതിഷേധം 1.5 മണിക്കൂറോളം നീണ്ടതോടെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൾ സലാം സ്ഥലത്തെത്തി. വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന ഉറപ്പ് അദ്ദേഹം പ്രതിഷേധക്കാർക്ക് നൽകി. രാത്രി 1 മണിയോടെ സമരം അവസാനിപ്പിക്കുകയായിരുന്നു.